ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നബീസ് ഉമ്മയുടെ വൈറൽ റീലാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. സംഭവം പലരും അറിഞ്ഞിട്ടുണ്ടാവും. കുറച്ച് നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകളൊക്കെ എടുത്തത് വാർത്തയൊക്കെ ആക്കിയിട്ടുണ്ട്. മീഡിയ വൺ വാർത്തയാക്കിയിട്ടുണ്ട്. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ ലോകം കാണാൻ അവകാശമില്ലേ? കാന്തപുരം വിഭാഗം നേതാവിനോട് നഫീസ് ഉമ്മയുടെ മകൾ റിപ്പോർട്ടർ വാർത്തയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മനോരമ ന്യൂസ് വാർത്തയാക്കിയിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാകാത്തവർക്ക് ചെറുതായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ നബീസ് ഉമ്മ. ഈ ഉമ്മ കുറച്ച് നാൾക്ക് മുമ്പ് സ്വന്തം മകളോടൊപ്പം, മകളാണ് കൊണ്ടുപോയത്, മണാലിയിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. പ്ലാൻ ടു ഗോ എന്ന് പറയുന്ന ഒരു ടീമാണ് ഇവരെ ട്രിപ്പിന് കൊണ്ടുപോയത്. അന്നേരം ആ സമയത്ത് നബീസ് ഉമ്മാന്റെ സന്തോഷവും ഒക്കെ ഇവര് റീലാക്കി ഈ ട്രിപ്പ് കൊണ്ടുപോയ കമ്പനിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് വൈറലായി. എനിക്ക് തോന്നുന്നു 8 മില്യണിൽ പുറത്ത് ആളുകൾ അത് കണ്ടിട്ടുണ്ട്. ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് വന്ന ഒരു റീലാണ്. നമുക്ക് ആദ്യം ആ ഒരു റീല് കാണാം. അവിടെ നിന്നാണല്ലോ ഇതിന്റെ എല്ലാത്തിന്റെ തുടക്കം. ഫ്രണ്ട്സ് ആജറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിൽ ഇരുന്ന മക്കളെ, എന്താ രസം! എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ? വന്നടി മക്കളെ. ഇതൊക്കെ നാട്ടിൽ ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ? ഈ 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസേട കിട്ടാനോ മക്കളെ? വന്നളി മക്കളെ ഈ അവിടത്തേക്ക്. ഞങ്ങൾ വരുമ്പോലെ ഇനിയും ഞങ്ങൾ ഇവിടെ വരും. റിച്ചുവിന്റെ കൂടി സൂപ്പർ അടി, സൂപ്പറാ. ഏതാ മൂട് മൂട് സോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റീലിന് എത്രമാത്രം അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. 1.1 മില്യണിൽ പുറത്ത് ആളുകൾ വരെ ആ ഒരു റീല് ഷെയർ ചെയ്തിട്ടുണ്ട്. 15,000 പുറത്ത് കമന്റ്സ് വന്നിട്ട് 5,60,000 പുറത്ത് ആളുകൾ അത് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും വൈഡർ ഓഡിയൻസിലോട്ട് അത് എത്തിയും അത്രയും അക്സെപ്റ്റൻസ് കിട്ടിയും ഒരുപാട് ആളുകൾ കണ്ട ഒരു റീലാണത്. ഈ റീലിനെ ചൊല്ലിയാണ് ഇപ്പം ഒരു പ്രശ്നം ഇങ്ങനെ പുകഞ്ഞു വരുന്നത്. അത് പുകച്ചു വിട്ടത് ഒരു ഉസ്താദാണ് ഗൈസ്. ഉസ്താദിന്റെ ഒരു പ്രഭാഷണത്തിന്റെ ഇടയിൽ ഈ റീലിനെ പറ്റി ഈ ഉമ്മ, നമ്മുടെ നബീസ് ഉമ്മ, ഈ മണാലിയിൽ ട്രിപ്പ് പോയതിനെ പറ്റി പറയുന്നുണ്ട്. ഉസ്താദ് ആ പറഞ്ഞ ആ ഒരു ക്ലിപ്പ് അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും അത് ഒരുപാട് വിമർശനങ്ങൾ ഉസ്താദിനെതിരെ വരികയുണ്ടായി. അങ്ങനെ ആ പ്രഭാഷണത്തിൽ ഇവരെ പറ്റി പറയുന്നത് വളരെ വിവരക്കേട് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമകാലത്തെ മനുഷ്യന്മാർ ഇങ്ങനെക്കാളും പ്രോഗ്രസീവ് ആയിരുന്നു. സീരിയസ്ലി നമുക്ക് എന്താണെങ്കിലും ഉസ്താദ് ഈ നബീസ് ഉമ്മയെ പറ്റി പറഞ്ഞ കാര്യം ഒന്ന് കേൾക്കാം. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തും ദിക്റും ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. അതെന്താ ഉസ്താദെ, 25 കൊല്ലം മുമ്പ് ഭർത്താവ് മരിച്ച ഒരു ഉമ്മയ്ക്ക് അന്യ സംസ്ഥാനത്ത് പോയി മഞ്ഞ് കളിക്കാൻ പറ്റില്ലേ? എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഏത് കിതാബിലാണ് മഞ്ഞ് കളിക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുള്ളത്? അല്ല, മഞ്ഞ് കളിക്കുന്നതിന് വല്ല പ്രായം വല്ലതും ഉണ്ടോ? അല്ല, ഏജ് റെസ്ട്രിക്ഷൻസും ഉണ്ടോ? ബാക്കി എന്തായാലും പറ കേക്കട്ടെ. മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി. പിന്നെ മണാലി പോയ മഞ്ഞല്ല പിന്നെ ആട്ടുംകാട്ടം വാരി മേപ്പോട്ട് ഇടുന്ന എന്തോന്നാടെ ഇങ്ങനെ പറയുന്നത്? ചിലപ്പോ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. അപ്പൊ ആരാണ് എന്താണെന്ന് അറിയത്തില്ല. റീല് കണ്ട് അത് വെച്ചങ്ങ് തള്ളിയങ്ങ് വിടുക നമ്മുടെ ഉച്ചാത്. ഉച്ചാതെ ബാക്കിയോടെ കേക്കട്ടെ. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഇങ്ങേരെന്തിനാണ് 25 വർഷം ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 25 5 10 ആയിക്കോട്ടെ, ഭർത്താവ് മരിച്ച സ്ത്രീക്ക് എന്താ പോവാൻ പറ്റത്തില്ല ഉച്ചാതെ? ഇങ്ങനൊക്കെ ഭാര്യയുടെ അവസ്ഥ എന്റെ പൊന്നേ. മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് ഇത് കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞ മനുഷ്യന് ചൊറിഞ്ഞു വരുന്നത്. 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ മൂലക്കിരുന്നിട്ട് ഇതും ചൊല്ലിക്കൊണ്ടിരിക്കണമെന്നാണ് ഉസ്താദ് പറയുന്നത്. എന്റെ പൊന്നുസ്താദെ, സീരിയസ്ലി 2025 നിങ്ങൾ ഇപ്പോഴും 1625 വണ്ടി കയറിയിട്ടില്ല. എന്റെ പൊന്നേ, വാരിയിട്ട് ഫാത്തിമോവാ ഖദീജോവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. അതൊക്കെയാണ് ജീവിതം. നിങ്ങളുടെ ഈ ജീവിതത്തിനേക്കാളും എന്തുകൊണ്ടും നല്ല ജീവിതമാണെന്ന് തോന്നുന്നു അവരെ കാണിച്ചേക്കും. ഈ ട്രാവൽ ചെയ്യുക, ഓരോ മൊമെന്റും എൻജോയ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. അല്ലാതെ ഉസ്താദിനെ പോലെ മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് കുരു പൊട്ടുന്നവർക്കുള്ളതല്ല. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് എത്രമാത്രം ഹാപ്പിയാണ് ഉമ്മാന്ന്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അത്. സീരിയസ്ലി ആ മഞ്ഞ് വാരി എറിയുമ്പം അവരുടെ ഒരു സന്തോഷമൊക്കെ ലിറ്ററലി നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും ഏജ് ആയിട്ടും അവർ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുന്നത്. അന്നേരം അതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ആ ഒരു പ്രായത്തിലും ഇതൊക്കെ പറ്റും എന്ന്. അതിന് പകരം ഇങ്ങേര് വന്നിരുന്ന് പറയുന്നത് എന്താണ്? മൂലയ്ക്ക് പോയിരുന്നിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കാൻ. കൊള്ളാം. എന്റെ പൊന്നുസ്താദെ, മനുഷ്യന്മാർക്കൊക്കെ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. സ്ട്രഗിൾ ചെയ്യാനാണെങ്കിലും സന്തോഷിക്കാനാണെങ്കിലും വേദന അനുഭവിക്കാനാണെങ്കിലും എല്ലാത്തിനും ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ഒരൊറ്റ ജീവിതം ഇങ്ങനെ നിങ്ങളെ പോലെ ഇങ്ങനെ അപരാധം പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ ഭേദം
പോയി വല്ല വണ്ടിയുടെ കീഴിൽ കയറുന്നതാണ്. ജീവിക്കുന്നവർ ജീവിക്കട്ടെ, സന്തോഷിക്കുന്നവർ സന്തോഷിക്കട്ടെ. അതിനകത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുരു കൂട്ടുന്നത്? ഇതാണ് പ്രശ്നം. അപ്പൊ ഇതാണ് ഉസ്താദിന്റെ പ്രശ്നം. അവര് സന്തോഷിക്കാൻ പാടില്ല, അതാണ് ഉസ്താദിന്റെ പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വളങ്ങി തിളങ്ങി നിൽക്കുന്നവരൊക്കെ എല്ലാവരും സമൂഹത്തിന്റെ മനസ്സിലായി. അവര് അവിടെ പോയി ഇൻസ്റ്റാ റീൽ ഇട്ടു, അവർ അത്യാവശ്യം വൈറലായി, അവർക്ക് ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഉണ്ട്, അതിനകത്ത് വഴി കുറച്ച് പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട്, മേ ബി അത് ത്രൂ അവർക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടാവും. സോ അതൊക്കെ കാണുമ്പം കുരുകൂട്ടല്, അയ്യോ ഹറാം, അയ്യോ ഹറാം. എന്താ പൊന്നുച്ചാതെ, നിങ്ങളെപ്പോലുള്ളവരാണ് സത്യത്തില് ഈ ഭൂമിയുടെ ഭാരം. 2025 ആദ്യമ മനുഷ്യന്റെ കൂടെ ജീവിക്കുന്ന പോലാണ് നമുക്കൊക്കെ നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നു. ഉള്ള കാര്യം പറയാൻ അവർക്കൊക്കെ ഇതിനേക്കാളും വിവരം ഉണ്ടായിരുന്നു. എന്തായാലും ഉസ്താദിന്റെ ഈ ഒരു പ്രസ്താവന ഇത് ഭയങ്കരമായിട്ട് വൈറലായി. ഒരുപാട് വിമർശനങ്ങൾ ഉസ്താദിനെതിരെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ന്യൂസ് വരെ ആയി, മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ വരെ അതെടുത്ത് വാർത്തയാക്കിയിട്ട് ഉസ്താദിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ നബീസുമ്മയുടെ മകളാണ് കൊണ്ടുപോയത്. പുള്ളിക്കാരത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ 1-2 കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ, ഈ ഉമ്മ അനുഭവിച്ച സ്ട്രഗിൾസിനെ പറ്റി, അവരെ കൊണ്ടുപോകാനുണ്ടായ സാഹചര്യത്തെ പറ്റി അവർ പ്രതികരിച്ചു വന്നു. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് വായിക്കാം. കുറച്ച് ലെന്തി ആയിട്ടുള്ള കുറച്ച് പോസ്റ്റ് ആണ്, ഒന്ന് വായിച്ചേക്കാം. ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത്. 25 വർഷം മുമ്പ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ ലോകം കാണാൻ അവകാശമില്ലേ? ഉസ്താദിന്റെ ഫോട്ടോയും താഴെ കൊടുത്തിരിക്കുന്ന നബീസുമ്മയുടെ ഫോട്ടോ കൊടുത്തിട്ട് ഇതെന്റെ ഉമ്മയാണ് എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് തുടങ്ങുന്നത്. യാത്രകൾ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുമെന്ന് പറയാറുണ്ട്. അതേപോലെ പരന്നു കിടക്കുന്ന പടച്ചോന്റെ സൃഷ്ടികൾ കാണാനായി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാനും എന്റെ ഉമ്മയും അന്യ സംസ്ഥാനമായി മഞ്ഞു വീഴുന്ന മണാലിയിലേക്ക് പോയിരുന്നു. തീർത്തും ആനന്ദകരമായ യാത്രക്കിടയിൽ ആദ്യമായി മഞ്ഞ് കണ്ട ആഹ്ലാദത്തിൽ നിഷ്കളങ്കമായ എന്റെ ഉമ്മച്ചി മഞ്ഞിൽ ആഹ്ലാദത്തോടെ സന്തോഷിക്കുകയും അതൊരു റീലായി വരികയും ഉണ്ടായി. അതിന് പിന്നാലെ തെറി അഭിഷേകവും അടക്കം പറച്ചിലും നിരവധി ഞങ്ങളിലേക്ക് എത്തുമ്പോഴും ഉമ്മാനെ സമാധാനിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. സോ അത് റീല് വന്ന സമയത്തും ഇതുപോലുള്ള ഉസ്താദിന്റെ മെന്റാലിറ്റി ഉള്ള കുറെ അവന്മാരുണ്ട്. അത് വേറെ കാര്യം. അവന്മാര് കുരു പൊട്ടും, തെറി അഭിഷേകമായിട്ട് വരും. സോ ആ സമയത്ത് ഉമ്മായിക്ക് ഈ പറയുന്ന അവരുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഒരു റീൽ എടുക്കുന്നതും അത് ഇത്രയും ആൾക്കാർ ഏറ്റെടുക്കുന്നതും. അന്നേരം അതിന്റെ അടി വരുന്ന കമന്റ് ഓരോ എങ്ങനെയൊക്കെ ആണെങ്കിലും അവരെ അത് വേദനിപ്പിക്കും. സോ ആ സമയത്തും ഈ മകളാണ് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത്. എന്നാൽ അതൊരിക്കലും മതപരമായ രീതിയിൽ വളച്ചൊടിച്ച് ഗുരുതര പ്രശ്നമായി ചിത്രീകരിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. സോ ഉസ്താദ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിനെ അവരുടെ മതപരമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. സോ അന്നേരം അങ്ങനെ വളച്ചൊടിക്കുകയാണ്. ഇതിനെ ഒരു മതപരമായിട്ടുള്ള സംഭവമായിട്ട് കൺവേർട്ട് ചെയ്ത് അവരുടെ മതത്തെ ഫോളോ ചെയ്യുന്നവർ അതൊന്നും ചെയ്യാൻ പാടില്ല, സാധനവും വായിച്ച് മൂലക്കിരിക്കണം എന്നാണ് അങ്ങേര് പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞില്ല. ഒരു പ്രമുഖ പണ്ഡിതൻ ഒരു പ്രഭാഷണത്തിലൂടെ തകർത്തത് ഒരു കുടുംബത്തിന്റെ സമാധാനമാണ്. എന്തിനു വേണ്ടിയായിരുന്നോ ആർക്ക് വേണ്ടിയായിരുന്നോ ആ ഉസ്താദ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. അതുമൂലം എന്റെ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന് സമാധാനം പറഞ്ഞേ തീരൂ. ഉസ്താദ് ഇപ്പൊ നല്ല രീതിയിൽ സമാധാനം പറയുന്നുണ്ട്. അത്തരത്തിലുള്ള തെറിവിളിയാണ് ഉസ്താദിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വേണ്ടായിരുന്നു ഇപ്പൊ തോന്നിയിട്ടുണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല, റെക്കോർഡഡ് ആണ്. ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ ഇത് പോയിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്യാനും പറ്റും. അനുഭവിക്കുക തന്നെ, അത്ര തന്നെ. ഇത് പടച്ചോ നിങ്ങൾക്ക് തന്ന ഇതായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഇപ്പം പടച്ചോ തന്നെ വിചാരിക്കുമായിരിക്കും ഈ മാതിരി തോന്നിവാസം പറയാനാണോ ദൈവമേ ഈ വിവരം കെട്ടവനെ ഞാൻ ഭൂമിയോട്ട് അയച്ചതെന്നായിരിക്കും പടച്ചോൻ തന്നെ നിങ്ങളെ പറ്റി ഇപ്പൊ ചിന്തിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കുക, അത്ര തന്നെ. എനിക്കൊരു വിഭാഗത്തോടും വെറുപ്പോ വിദ്വേഷവും ഇല്ല. അതേപോലെ ഞങ്ങളുടെ ശരിയും തെറ്റും ആരെയും ബോധിപ്പിക്കേണ്ടതുമില്ല. ഒരു കുഞ്ഞിനെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോ ഉസ്താദല്ല, ഇനി പടച്ചോനെ പോലും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ആരോടും പ്രതികരിക്കാനോ മനസ്സിലാക്കി തരാനോ എനിക്ക് ഉദ്ദേശമില്ല. എന്നാൽ കൂടിയും ആ പ്രസംഗം കാരണം ഇന്ന് എന്റെ ഉമ്മായിക്ക് മരണ വീട്ടിൽ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഉസ്താദെ, നിങ്ങൾ ചെയ്യുന്നതാണ് ദ്രോഹം. പടച്ചോന് പൊറുക്കാത്ത ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നതല്ല ചെയ്തത്. എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ലേശം ഉളുപ്പുണ്ടെങ്കിൽ അത് തിരുത്തി പറയുന്നതാണ് നല്ലത്. നിങ്ങൾ ഇതുകൊണ്ട് എന്ത് നേടി? ഒരുപാട് തെറി നേടിയിട്ടുണ്ട്. നല്ല കോട്ടയ്ക്ക് കനത്തി കിട്ടുന്നുണ്ട് ഉസ്താദിന്. അവരെ പിന്തുണയ്ക്കുന്നവർക്ക് എന്ത് കിട്ടി? അവന്മാർക്ക് നല്ല രീതിയിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ. പേടിക്കേണ്ട. അതല്ല, ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു 25 കൊല്ലം വിധവയുടെ ഒരു കാര്യം ഉസ്താദ് പറയുന്നുണ്ട്. 25 വർഷമായി ഭർത്താവ് മരണപ്പെട്ട വലിയുമ്മാക്ക് ഏതെങ്കിലും മൂലയിലിരുന്ന് ദിക്കാർ സലാത്തും ചൊല്ലിയാൽ പോരേ എന്ന്. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും. ഭർത്താവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന് ഈ പറയുന്ന സലാത്തും ചൊല്ലിയിരിക്കും. ഈ പെണ്ണുങ്ങളെ അടിമയായിട്ട് കണക്കാക്കുന്നതിന് തുല്യമാണ്. ആണുങ്ങൾക്ക് എന്തും ചെയ്യാം. ഇതിനേക്കാൾ നല്ല സതിയും കൂടെ അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യും അതിനകത്തോട്ട്. ഭർത്താവ് മരിക്കുമ്പോഴത്തേക്ക് അത് ചിതേ ചാടിയെങ്കിൽ ചാവട്ടെ. അത് ഇതിനേക്കാളും അന്തസ്സുള്ളത്. നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. സീരിയസ്ലി വളരെ ദയനീയമായിരിക്കും. ഒരുപക്ഷെ അവരും ഇതിനോട് യൂസ്ഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവർ യൂസ്ഡ് ആയിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയണം, ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇയാൾ പറയുന്ന എല്ലാം ശരിയാണ് എന്ന് കരുതി ജീവിക്കുന്ന സ്ത്രീകളും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അവരോടൊക്കെ ഓക്കെ, ബഹുമാനം. അവർക്ക് അത് ഇഷ്ടമെങ്കിൽ അവർ
അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ. പക്ഷെ നാട് കാണാനും അത് ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ മതത്തിന്റെ ചങ്ങലയിട്ട് വലിഞ്ഞു മുറുക്കി കെട്ടാൻ ശ്രമിക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഒരു വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ? അല്ലെങ്കിൽ ലോകം പുരുഷന് കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണോ? വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. വിധവയ്ക്ക് എന്താ പറ്റത്തില്ലയോ? ഭാര്യ മരിച്ച പുരുഷന്മാർ രണ്ടാമത് കിട്ടുന്നില്ലേ നിങ്ങളുടെ അതിനകത്ത്? എന്നിട്ട് അവര് ട്രാവൽ ചെയ്യുന്നില്ലേ? എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം ഇപ്പൊ ഇങ്ങനെ ഒരു വിലക്ക്? പറയണം ഉസ്താദെ, പറയണം. ഇതുപോലുള്ള പല അടിച്ചമർത്തലുകളും ഈ സ്ത്രീകൾക്കെതിരെ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഉസ്താദന്മാര്. അവള് പഠിച്ച് ഉന്നത വിജയം നേടിയതിന് അവളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങിലേക്ക് ഈ പെൺകുട്ടിയെ വിളിക്കുകയാണ്. അവസാനം പെൺകുട്ടിയെ വിളിച്ചതിന് ഉസ്താദ് വഴക്ക് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ ചേട്ടന്റെയോ അച്ഛന്റെയോ കയ്യിലാണ് അന്ന് ആ പ്രൈസ് കൊടുത്തത്, പെൺകുട്ടിയുടെ കൈ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള വെറും പ്രാകൃതമായ, വളരെ എന്താ പറയുക, ഒരു തരത്തിലുള്ള വിവരവും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തു കൂട്ടുന്നത്. ഡ്യൂഡ് 2025 ആയി, മനസ്സിലാക്കുക. ഉസ്താദ് പറഞ്ഞ പോലെ 10-24 കൊല്ലത്തോളം എന്റെ ഉമ്മ ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഊഹിച്ചതിലും അപ്പുറം ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാ കൂലിവേലകളും ചെയ്തിട്ടുണ്ട്. താൻ പൂർണ്ണ ഗർഭിണിയായ ദിവസം, അതായത് എന്നെ പ്രസവിക്കുന്ന അന്ന് പോലും എന്റെ ഉമ്മ ഞങ്ങളുടെ വിശപ്പടക്കാൻ വീടുപണി നടക്കുന്ന സമയത്ത് പണിക്കാർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാനുമായി എന്റെ ഉമ്മയ്ക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഒരു സ്ത്രീ വിധവയാകുമ്പോൾ അവൾ കടന്നു പോകുന്ന സാഹചര്യം ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. 3 പെൺമക്കളെയും, കാഴ്ച നഷ്ടപ്പെട്ട് നടക്കാൻ കഴിയാത്ത ഉമ്മയെയും വൃദ്ധയായ ബാപ്പയെയും ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് വീടുകൾ തോറും കൈനീട്ടി വന്ന പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആയുസിന്റെ പകുതിയോളം കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച എന്റെ ഉമ്മ ഇന്നൊന്നൊരു യാത്ര പോയതാണോ നിങ്ങൾ കണ്ട കൊടും പാപം? അവരവരുടെ ലൈഫിൽ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ആ പെൺകുട്ടികളെ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് അവർ വളർത്തിയത്. ഈ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് അവരെ ഒരു നിമിഷം അവർ മേ ബി അന്നായിരിക്കും അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. 50-55 വയസ്സ് ആയ സമയത്ത് മണാലിയിൽ പോയി ആദ്യമായിട്ടായിരിക്കും ലൈഫിൽ മഞ്ഞ് കാണുന്നത്. ആ നിഷ്കളങ്കത അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് അവരുടെ മുഖത്ത് കാണാൻ പറ്റും. ഓരോ മനുഷ്യനും ഉണ്ട് ഇതുപോലത്തെ സ്റ്റോറി. നിങ്ങൾ സന്തോഷിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ഇത്രയും കൊല്ലം അവർ അനുഭവിച്ചത് ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഈ പറയുന്ന ഉസ്താദ് പോലും കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ആ ഒരു സ്ത്രീയുടെ സന്തോഷം തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള ഉസ്താദിന്റെ വാക്കുകൾ വളരെ മോശമായി, വിവരക്കേടാണെന്നേ എനിക്ക് പറയാനുള്ളൂ. ഉസ്താദിന് അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അവരെ വിളിച്ചൊന്ന് മാപ്പ് പറ, അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കുമെങ്കിലും ആ ഉമ്മായിക്ക് അതിനേക്കാൾ വലുതൊന്നും കിട്ടാനില്ല. അവരതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. മാത്രമല്ല, നിങ്ങളുടെ ഈ ഒരു പേരും പറഞ്ഞ് കുറെ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇവരെ തെറി വിളിക്കാൻ വേണ്ടി. മതത്തിന്റെ പേര്, മതത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു, മതത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള തരത്തിൽ ഇവരുടെ വാക്കുകൾ വളച്ചൊടിച്ച് അവർക്കെതിരെ അറ്റാക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്ന് പറ. നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതാണ് മനുഷ്യർ. ഈ മതമൊക്കെ മനുഷ്യന്മാരെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, അല്ലാതെ ചങ്ങലകളല്ല, തമ്മി തല്ലാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതല്ല. കുറച്ചും കൂടെ ആ ഒരു പോസ്റ്റിനകത്ത് പറയുന്നുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് വായിക്കാം. ഇവരെ അനുകൂലിക്കുന്ന മനുഷ്യരെ ഇനി നിങ്ങളോടാണ്. പ്രയാസത്തിന്റെ പടുകുഴിയിൽ കൂപ്പുകുത്തിയപ്പോഴും തളരാതെ എന്റെ ഉമ്മ അന്ന് പിടിച്ചു നിന്നത് ഞങ്ങൾ മക്കളെ ഓർത്താണ്. കാരണം ഒരു മനുഷ്യൻ ശരിക്കും യത്തീമാവുന്നത് ഉപ്പ മരിക്കുമ്പോഴല്ല, അവന്റെ മാതാവിനെ നഷ്ടപ്പെടുമ്പോഴാണ്. സത്യം. ദുഃഖഭാരത്തിന്റെ അങ്ങേ തലയ്ക്കൽ ആയുസിന്റെ നല്ലൊരു ഭാഗവും നഷ്ടമായപ്പോഴും ഇനിയൊരു യാത്ര പോയതാണോ എന്റെ ഉമ്മ ചെയ്ത തെറ്റ്? പറ ഉസ്താദെ, നിങ്ങൾ പറയേണ്ടതാണ്. നിങ്ങളോടാണ് ഈ ചോദ്യമല്ല, നിങ്ങളാണ് ഇതിന്റെ മറുപടി പറയുന്നത്. എന്താണെങ്കിലും നബീസ് ഉമ്മയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു സപ്പോർട്ടൊക്കെ എത്രമാത്രം ആ ഒരു ഉമ്മ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതൊക്കെ ആ ഉമ്മയ്ക്ക് ഉണ്ടായ വിഷമത്തെ മറികടക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ആ ഉമ്മയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവരൊരു മതവിശ്വാസി തന്നെയാണ്. അന്നേരം അവർ വിശ്വസിക്കുന്ന ഒരു മതത്തിലെ ഒരു പ്രമുഖം വന്ന് അവരെ തള്ളി പറയുകയാണ്. സോ അന്നേരം അവർക്ക് ആ ഒരു മതത്തിൽ വിശ്വാസമില്ല എന്നുള്ള തരത്തിലോട്ട് പറഞ്ഞു വെക്കുന്നതിന് തുല്യമാണ്. ഇനി ഇവരെ കൊണ്ടുപോയ ഈ പ്ലാൻഗോ എന്ന് പറയുന്ന കമ്പനിക്കാർ, ഇവരും ഈ ഒരു ഉസ്താദിന്റെ ഈ ഒരു പ്രവൃത്തിക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരത് പറയുന്ന ഒരു കാര്യമുണ്ട്, യാത്രയിൽ ഉടനീളം അവരും അവരുടെ പടപ്പുകളും തമ്മിലുള്ള എല്ലാ നിബന്ധനകളും അവർ ശ്രദ്ധിക്കുകയും എല്ലാ പ്രാർത്ഥനാ കർമ്മങ്ങളും നിർവഹിക്കുന്നതും നേരിൽ കണ്ടതാണ്. സോ അവരൊരു വിശ്വാസിയാണ്. അവർ യാത്ര ചെയ്യുമ്പോഴും ദൈവത്തെ മറന്നിട്ടില്ല, ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മതത്തെ 100% അവർ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു യാത്ര നടത്തിയിരിക്കുന്നത്.
ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പറഞ്ഞേക്കുന്ന ഈ ഒരു പോസ്റ്റ് ഇത് വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ മീൻസ് ഈ പറയുന്ന സോക്കാൾഡ് ഉസ്താദിന്റെ ചിന്താഗതിയുള്ള നാരികൾ അത് മതവുമായിട്ട് കൂട്ടിക്കുഴച്ച് ഇവരെ അകറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റിയും ഈ പറയുന്ന മകൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് അതോടെ കാണാം. പ്രശ്നങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നു. ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് ഒരു സംഘടനപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രലോഭനങ്ങളാലോ അല്ല ഞാൻ സംസാരിച്ചത്, അതും തീർത്തും വ്യക്തിപരമാണ്. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നത്തെ പല സംഘടനകൾ തിരിഞ്ഞ് വിഭാഗങ്ങളാക്കി ഇസ്ലാം മതത്തെ വളച്ചൊടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു കണ്ടന്റ് അല്ല. പലർക്കും ഇത് ആ ഉസ്താദിന്റെ സംഘടനയ്ക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു തുറുപ്പ് ചീട്ട് പോലെ ആയതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇവർക്കെതിരെ അറ്റാക്ക് വരുന്നുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം അത് മതപരമായിട്ടുള്ള രീതിയിൽ വളച്ചൊടിച്ച് ആണ് അറ്റാക്ക്. പിന്നെ വേറെ ചിലര് ഈ ഉസ്താദിനോട് വിദ്വേഷമുള്ളവര് ഇവരെ കരുവാക്കി അവിടെയും പോയി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ അവർ ഈ പോസ്റ്റിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, ഉസ്താദ് പറഞ്ഞ വാക്കുകളിൽ അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അവർ ആ ഒരു കുറിപ്പ് ആ ഒരു പോസ്റ്റ് ഇട്ടത്. അല്ലാതെ അതിനകത്ത് വേറെ ഒരു തരത്തിലുള്ള ഇന്റൻഷൻസും ഇല്ല. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ മാക്സിമം ട്രാവൽ ചെയ്യുക സീരിയസ്ലി. അത് പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും വർഷത്തിൽ ഒരു തവണയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇതുപോലെ പോയി ട്രാവൽ ചെയ്യുക. ഞാൻ വിചാരിക്കുന്നത് നമ്മളൊക്കെ ഈ ഭൂമിയിലോട്ട് ഒരു ട്രിപ്പ് വന്നതാണ്, ഈ ഭൂമിയെ ആസ്വദിക്കാൻ, അറിയാൻ, ഭൂമിയെ കാണാൻ. അതായത് ഇത്രയും മനോഹരമായി ഈ ഒരു സ്ഥലത്തോട്ട് നമ്മൾ വന്നിട്ട് ഇതൊന്നും അറിയാതെയും കാണാതെയും കേൾക്കാതെയും അങ്ങ് തിരിച്ച് മണ്ണടിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളോട് ചോദിക്കും, നിന്നെ എന്തുകൊണ്ടാക്കാനാണ് ഞാൻ അങ്ങോട്ട് വിട്ടത്? വെറുതെ ജീവിച്ച് തിന്നു തൂറി മരിക്കാനാണെങ്കിലും നിന്നെ ജനിപ്പിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്നായിരിക്കും സൃഷ്ടിച്ച ദൈവം പോലും വിചാരിക്കുന്നത്. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമുക്കൊക്കെ ഒറ്റ ജീവിതമേ ഉള്ളൂ. മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, മാക്സിമം ട്രാവൽ ചെയ്യുക, മേക്ക് മെമ്മറീസ്. ഒരു റിഗ്രറ്റും ഇല്ലാതെ മരിക്കുക. എന്തിനാണ് ഞാൻ ജനിച്ചത് എന്നൊരു ചോദ്യം നമ്മുടെ മരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇതിനെപ്പറ്റി. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരിയെങ്കിൽ ബൈ.